ഇപ്പോൾ ഫർസാനയുടെ മൃതദേഹം ഖബർ അടക്കുന്നതിനായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്നു. ഇതിനു മുൻപ് പൊതുദർശനം അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ചടങ്ങുകൾ? കൂടുതൽ വിവരങ്ങൾ പറയൂ. ഇതാ 3 മണിയോടെയാണ് വെഞ്ഞാറമ്മൂട് മുക്കുന്നൂരിലെ വീട്ടിലേക്ക് ഫർസാനയുടെ മൃതദേഹം എത്തിച്ചത്. ഏതാണ്ട് അരമണിക്കൂർ ഈ വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജമാഅത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത്. ഏറെ വൈകാരികമായ കാഴ്ചയാണ് ഈ വീട്ടിൽ കണ്ടത്. 10 വർഷം മുമ്പാണ് ഇവർ ഈ കുടുംബമായി ഇങ്ങോട്ടേക്ക് സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയത്. PG കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഫർസാന. ഇന്നലെ വൈകിട്ട് ഇതേപോലെ 3 മണിക്ക് ഈ സമയത്താണ് ഫർസാനെ അവസാനമായി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ജീവനറ്റ ചേതനയേറ്റ ശരീരമായിട്ടാണ് ഫർസാന വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഫർസാനയുടെ അച്ഛൻ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞ് ഈ ബോധരഹിതനായി വീട്ടിൽ കുഴഞ്ഞു വീണിരുന്നു. അദ്ദേഹത്തെ വെഞ്ഞാറമൂട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അവസാനം കുറച്ചു മുമ്പാണ് അദ്ദേഹത്തെ വീണ്ടും വീട്ടിലേക്ക് മകളുടെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ ഫർസാനയുടെ അനുജൻ, അവരുടെ സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ആ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജമാഅത്തിലേക്ക് ഖബറടക്കത്തിനായി കൊണ്ടുപോയി. അവിടെയാണ് അന്ത്യ ചടങ്ങുകളൊക്കെ നടക്കുക. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഫർസാനയുടെ മൃതദേഹം ഖബർ അടക്കത്തിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അരമണിക്കൂർ വീട്ടിൽ, സ്വന്തം ഫർസാനയുടെ വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഖബറടക്കത്തിലേക്ക് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്ലേ? അതെ, അജീഷ് ജയകുമാർ അവിടെ തുടരുകയാണ്. അജീഷ് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. കാരണം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ്. പക്ഷെ വളരെ ക്രൂരമായ കൊലപാതകത്തിനിരയായി. അപ്പോൾ ഈ പെൺകുട്ടിയുമായി നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആ സ്വപ്നങ്ങളൊക്കെ ബാക്കിയായി ഫർസാന മടങ്ങുകയാണ്. അവിടെ അജീഷിന് പ്രദേശവാസികളുമായൊക്കെ സംസാരിക്കാനായോ? എന്താണ് അവർ പറയുന്ന വിവരങ്ങൾ? ക്രിസ്റ്റീന, നമ്മൾ വന്ന ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ എത്തി സംസാരിച്ചിരുന്നു. കാരണം ഏറ്റവും അവസാനം തിരിച്ചറിഞ്ഞ ഇയാൾ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അവസാനം തിരിച്ചറിഞ്ഞ ആള് ഈ ഫർസാനയാണ്. ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് ആദ്യം അറിഞ്ഞത്. പിന്നീട് ഇയാളുടെ സഹോദരി എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് സുഹൃത്താണ്, ഈ അഫാന്റെ സുഹൃത്താണ് കൊല്ലപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടത്. അങ്ങനെ ഈ സ്ഥലത്തെത്തുമ്പോൾ, മുക്കന്നൂരിനെ ഈ സ്ഥലത്തെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറുന്ന, എപ്പോഴും ചിരിച്ച പ്രസന്നതയോടെ കാണുന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെയായിരുന്നു അയൽവാസികളും അതേപോലെ തന്നെ ബന്ധുക്കളെയും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനപ്പുറമൊന്നും കൂടുതലൊന്നും ഈ കുട്ടി ഇന്നലെ എവിടെ പോയി എന്നതിനെ കുറിച്ചൊന്നും നാട്ടുകാർക്കൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. പിന്നീടാണ് ചിലർ പറയുന്നുണ്ടായിരുന്നു 3 മണിയോടെ കുട്ടി പുറത്തേക്ക് പോകുന്നത് കണ്ടായിരുന്നു. കൂടാതെ അഫാന്റെ ബൈക്കിൽ കയറി കണ്ടു എന്ന് പറയുന്ന ചില ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വീട്ടിൽ കൊല്ലപ്പെട്ടത് ഇവിടുത്തെ ഫർസാനയാണെന്ന് ബോധ്യപ്പെട്ടത്. എന്തായാലും ഈ മൃതദേഹം ഇവിടെ അരമണിക്കൂറോളം പൊതുദർശനം വച്ചിട്ടുണ്ടായിരുന്നു. ഫർസാനയുടെ സുഹൃത്തുക്കൾ, കോളേജിലെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ നാട്ടുകാരടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തി. 2ാം വർഷ PG 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ ജയകുമാറാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.